മക്കളെ രമേശേട്ടനൊക്കെ ആണെങ്കിൽ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഹായ്, അച്ഛൻ വരുന്നുണ്ട്. എത്ര നാളായി, 1 മാസമായി അച്ഛനെ കണ്ടിട്ട്. അമ്മ, നമുക്ക് തിരുവനന്തപുരത്ത് ഒരു വീട് മേടിക്കായിരുന്നു നമുക്ക് എല്ലാവർക്കും കൂടെ. അതാകുമ്പോൾ അച്ഛൻ വൈകിട്ട് എപ്പോഴും ഇങ്ങോട്ട് വരുമല്ലോ. ഓ മക്കളെ, നിങ്ങളോടാണെങ്കിൽ ഒരു കാര്യം പറയാൻ മറന്നുപോയി. അടുത്ത ആഴ്ച ആണെങ്കിൽ അച്ഛനാണെങ്കിൽ തിരുവനന്തപുരത്ത് ഒരു വീട് മേടിക്കുന്നുണ്ടെന്ന്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ഹായ്, തിരുവനന്തപുരത്ത് വീട് മേടിക്കുന്നുണ്ടോ? അല്ല, അമ്മ ഇപ്പൊ എന്താ വേറെ എന്താണ് കാര്യം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ കാര്യം എന്താ? അത് അച്ഛൻ വരുമ്പോ പറഞ്ഞാ മതി. മക്കളെ, ഹായ്, അച്ഛൻ വന്നേ. അമ്മയാണെങ്കിലേ അച്ഛൻ വരുമ്പോഴെന്താണ്ടൊരു കാര്യം പറയുമെന്ന് പറഞ്ഞായിരുന്നു. എന്തായിരുന്നു കാര്യം അച്ഛാ? അത് പിന്നെ മക്കളെ, നമ്മളാണെങ്കിലേ തിരുവനന്തപുരത്താണ് ഒരു വീട് മേടിക്കാൻ പോവുക കേട്ടോ. പിന്നെ നമ്മളാണെങ്കിൽ ഇപ്പൊ തന്നെ അങ്ങോട്ട് പോവുക. കാരണം നമുക്ക് അവിടെ ഒരു ഫ്ലാറ്റ് എടുത്ത് താമസിക്കാം കുറച്ച് ദിവസത്തേക്ക്, ആ വീട് മേടിക്കുന്നവരെ. അല്ല അച്ഛൻ, ഞങ്ങളാണെങ്കിൽ വീട് മേടിക്കുന്ന കാര്യമൊക്കെ അറിഞ്ഞു, ബാക്കി കാര്യമൊന്നും അറിഞ്ഞില്ല. എടി, നീയാണോടി പറഞ്ഞു കൊടുത്തത് ഇവരോട്? ഞാൻ ഫുള്ളും പറഞ്ഞില്ല, കുറച്ച് പറഞ്ഞല്ലേ. അയ്യോ, വയറിന് എന്താണ്ട് പോലെ തോന്നുന്നു. 9 മാസമായില്ലേ, ഡെലിവറിയുടെ സമയമായല്ലോ. ഓ, പറഞ്ഞാൽ 9 മാസമായല്ലോടി. അയ്യോ, വയറിന് വേദന എടുക്കുന്നു. ഇടി, നമുക്കൊന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാം. എടി പിന്നെ നമ്മുടെ അമ്മയ്ക്കാണെങ്കിൽ പെൺകുഞ്ഞാണോ അതോ ആൺകുഞ്ഞാണോ ഉണ്ടായിരുന്നത്? നീ ഏത് ഇതിൽ ചൂസ് ചെയ്യുന്നേ? ഞാനാണെങ്കിൽ ആൺകുഞ്ഞ്, ചേട്ടനെ ചൂസ് ചെയ്യുന്നേ. ഞാനാണെങ്കിൽ പെൺകുഞ്ഞ്. ആരായിരുന്നു അഞ്ജലിയുടെ വീട്ടുകാര്? ആ നേഴ്സ് ഞങ്ങളാ. അഞ്ജലിക്കാണെങ്കിൽ പെൺകുഞ്ഞാണോ ഉണ്ടായത്? എടി മിന്നു, ഞാനാണ് ചേച്ചി പെൺകുഞ്ഞുണ്ടായേ. അയ്യോ, തോറ്റുപോയല്ലോ. ചേട്ടാ, ഞാനൊരു സത്യം പറയട്ടെ, എനിക്ക് ശരിക്കും പെൺകുഞ്ഞിനായിരുന്നു ഇഷ്ടം. ഇപ്പൊ നമ്മള് രണ്ടുപേരും ജയിച്ചു. എന്നാ സാറ് കുട്ടി ഇങ്ങോട്ട് വാ, കുട്ടി കരയുമല്ലേ? എന്നാ നേഴ്സേ, ആ ഡോക്ടർ എത്ര രൂപയായി? 1,45,000 രൂപ. എന്നാ ഡോക്ടറെ. ശരി, ഞാനെന്നാ പോവാ. അച്ഛാ, നമ്മളിനി എപ്പോ വീട്ടിൽ പോവും? നമ്മളാണെങ്കിൽ 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് പോകാൻ പറ്റത്തില്ല കേട്ടോ. അതെ സാറേ. എന്താ കാര്യം? അത് പിന്നെ ഇപ്പൊ അഞ്ജലി കാണണമെങ്കിലേ അകത്ത് കയറി കണ്ടോ കേട്ടോ. ശരി സിസ്റ്റർ. മക്കളെ ഇങ്ങോട്ട് വാ. എന്താ അച്ഛ കാര്യം? മക്കളെ, നമ്മുടെ അമ്മയെ കാണണ്ടേ? അമ്മേ. മക്കളെ, കുഞ്ഞുമാമ കിടക്കുന്നുണ്ടോ? കുഞ്ഞാവേ. വേണ്ട, കുഞ്ഞാവ ചിരിക്കുന്നു. അയ്യോ അമ്മ, കുഞ്ഞാവ കരയുന്നത്. അമ്മ, നമ്മളിനി എപ്പോ വീട്ടിൽ പോവും? അത് പിന്നെ 2-3 ദിവസമൊക്കെ നിക്കണം ഇവിടെ. എടി അഞ്ജലി, ഇന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം നമുക്ക് പോയാലോ വീട്ടിൽ? ശരി രമേശേട്ടാ, നമുക്കൊന്ന് വീട്ടിൽ പോവാം. എടി അഞ്ജലി, ഞാൻ കുഞ്ഞിനെ എടുക്കാടി, നിനക്ക് കൈവേന എടുക്കത്തില്ലേ? ഓ, അതൊന്നും കുഴപ്പമില്ല രമേശേട്ടാ. എടി അഞ്ജലി, ഞാനാണെങ്കിലേ നമ്മുടെ ലത ചേച്ചിയെല്ലാം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവരാണെങ്കിൽ നാളെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ഹായ്, നാളെ അടിച്ചു പൊളിക്കും.